ഏറ്റവും കൂടുതൽ അതായത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് എവിടെ നിന്നാണെന്നല്ലേ? അതൊക്കെ UP, ഏറ്റവും കൂടുതൽ ഉള്ളത് ആന്ധ്രയിൽ നിന്ന്, 2ാം സ്ഥാനം UP, 3ാം സ്ഥാനം തമിഴ്നാട്, 4ാം സ്ഥാനം മഹാരാഷ്ട്ര. ഇനി കേരളവും അതുപോലെ തന്നെ ഗുജറാത്തും ഒക്കെ ഇതിനകത്ത് നല്ല സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇല്ലീഗൽ ഏജൻസ് ആണ് ഇവരെല്ലാം കബളിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഇല്ലീഗൽ ഏജൻസ് ഏറ്റവും കൂടുതലുള്ളതാണ് 1ാം സ്ഥാനത്ത് ആന്ധ്ര, 2ാം സ്ഥാനത്ത് UP, 3ാം സ്ഥാനത്ത് തമിഴ്നാട്, 4ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഏജൻസ് ഉള്ളത്. ഇവര് സ്വർഗലോകം കാണിച്ചു തരാം, നിങ്ങൾക്ക് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ഒരു മാസം ശമ്പളം വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് പൊള്ള വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇവര്, അതായത് ഈ ഹിന്ദു, നിങ്ങളൊന്ന് എടുത്തു നോക്കുക ഡേറ്റ പോയിന്റ്, അതിനകത്ത് ഇതേപറ്റിയാണ് പഠനം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവര് 20 ലക്ഷം മുതൽ 1.25 കോടി വരെ പണം വാങ്ങിയാണ് ഏജൻസ് ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ കൊണ്ടുപോകുന്നത്. 20 ലക്ഷം മുതൽ 1.25 കോടി വരെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 20 ലക്ഷം കൊടുത്ത് ഒരു സംരംഭം ഇന്ത്യയിൽ തുടങ്ങിയാൽ എന്താ കുഴപ്പം? ഇവരുടെ തലയ്ക്കകത്ത് എന്താ കളിമണ്ണാണോ ഇങ്ങനെ പോകുന്നവരുടെ? കാരണം 145 കോടി ജനങ്ങളുള്ള ഇന്ത്യ. അതാണ് നരേന്ദ്രമോദി ആദ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ 2014 ചെന്നപ്പോൾ പറഞ്ഞത്, ഇന്ത്യയില് ഡെമോക്രസി ഉണ്ട്, ഡെമോഗ്രഫി ഉണ്ട്, ഡിമാൻഡ് ഉണ്ട്, കം മേക്ക് ഇൻ ഇന്ത്യ എന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. എന്താ പറഞ്ഞ? ഡെമോക്രസി ഉണ്ട്, നിങ്ങളുടെ കൊറോണയ്ക്ക് ആരും പിടിക്കില്ല, കഴുത്തിനാരും പിടിക്കില്ല. ഡെമോഗ്രഫി ഉണ്ട്, വലിയ ജനസംഖ്യ 145 കോടി ഇപ്പോ. അതുപോലെ തന്നെ ഡിമാൻഡ്, ഈ 145 കോടി ജനങ്ങളുള്ള രാജ്യത്ത് വലിയ ഡിമാൻഡാണ്. അതായത് ലോകത്തിന്റെ 1/8 പോപ്പുലേഷനാണ് ഇന്ത്യയിലുള്ളത് എന്ന് ഓർക്കണം. അപ്പൊ 1/8 ഡിമാൻഡ് ഇന്ത്യയിൽ നിന്നാണ് വരേണ്ട, ആകെ ലോകത്തിന്റെ ഡിമാൻഡിന്റെ. അങ്ങനെയുള്ള ഒരു രാജ്യത്തേക്ക് നരേന്ദ്രമോദി എന്ത് പറഞ്ഞു? കം മേക്ക് ഇൻ ഇന്ത്യ, നിങ്ങൾ വന്ന് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കൂ, ഇഷ്ടം പോലെ, നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഇവിടെ ഡെമോക്രസിയാണ്, അതുപോലെ തന്നെ ഇവിടെ വലിയ പോപ്പുലേഷനാണ്, വലിയ ഡിമാൻഡാണ്, വന്ന് ഉൽപ്പാദിപ്പിച്ച് ലാഭം കൊയ്ത് പൊയ്ക്കൊള്ളൂ എന്നാണ് അദ്ദേഹം അമേരിക്ക ചെന്നപ്പോ അമേരിക്കൻസിനോട്. ഇതാ ഇപ്പൊ എലൺ മസ്ക് ഉടനെ അദ്ദേഹത്തിന്റെ വലിയ സൂപ്പർ പവർ കാർ മാനുഫാക്ചറിങ് ഇപ്പൊ സെയിലാണ് ആദ്യം കൊണ്ടുവരുന്നത്. അതിനുശേഷം അദ്ദേഹം അതിന്റെ ഉൽപാദനവും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നു. അപ്പൊ മറിച്ച് അതുപോലെയുള്ള കാറുകൾ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ തന്നെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ വേണ്ട, അതൊക്കെ പോട്ടെ. ചെറിയ ഒരു സംരംഭം 20 ലക്ഷം കൊണ്ട് ഒരു ചെറിയ സംരംഭം തുടങ്ങി സ്വയം തൊഴിൽ കണ്ടെത്തി ആ സ്വയം തൊഴിലിൽ നിന്ന് വേറെ 2 പേർക്ക് തൊഴിൽ കൊടുത്ത് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നതിന് പകരം അമേരിക്കയിൽ പോയി സ്വർഗം കൊയ്യണം, സ്വർഗം കരസ്ഥമാക്കണം എന്ന് പറഞ്ഞു ഓടുന്ന വിഡ്ഢികൾ അവരാണ് ഇന്ത്യക്കാർ. അത്തരം വിഡ്ഢികൾക്കാണ് 20 ലക്ഷം മുതൽ 1.25 കോടി വരെ പോയിട്ട് കൈക്ക് വിലങ്ങിട്ട് സ്വന്തം നാട്ടിലേക്ക് ലജ്ജയോടെ തല താഴ്ത്തി തിരിച്ചു വരേണ്ടി വരുന്നത്. അപ്പോഴും നമ്മുടെ എന്താ പൊയ്മുഖം, ഇന്ത്യക്കാരന്റെ പൊയ്മുഖമാണ് അവിടെ പൊഴിഞ്ഞു വീഴുന്നത്. എന്നിട്ടും അത് മനസ്സിലാക്കില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. അപ്പൊ ഇങ്ങനെയുള്ള അവര് US പോകുന്നത് 2 പ്രധാനപ്പെട്ട റൂട്ടുകളും ഇന്നത്തെ ഹിന്ദുവിലുണ്ട്. എന്തൊക്കെയാണ് 2 പ്രധാനപ്പെട്ട റൂട്ടുകൾ എന്ന് പറയുന്നത്? ഒന്ന് സൗത്ത് വെസ്റ്റേൺ, അതായത് മെക്സിക്കോ വഴി അമേരിക്കയിലേക്ക് കിടക്കുന്ന റൂട്ട്. അതാണ് ഡാരിയൻ ഗ്യാപ്പ്. വളരെ അപകടകരമായ ഒരു ഗ്യാപ്പാണ് ഡാരിയൻ ഗ്യാപ്പ്. ആ ഡാരിയൻ ഗ്യാപ്പ് വഴി പനാമയിൽ നിന്ന് കൊളംബിയയിലേക്ക്, പനാമയ്ക്കും കൊളംബിയയ്ക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പാണ് ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പ് വഴി അമേരിക്കയിലേക്ക് വരിക, മെക്സിക്കോ വഴി ഈ ഡാരിയൻ ഗ്യാപ്പ് വഴി അമേരിക്കയിലേക്ക് എത്തുക. അതാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ, അതായത് ഡോങ്കി റൂട്ട് എന്നാണ് ഈ റൂട്ടിന് പറയുന്നത്, ലോകം പറയുന്നത്. ഡോങ്കി റൂട്ട് എന്ന് വെച്ചാൽ എല്ലാത്തരം വലിയ വിജനമായ തിക്ക് ഫോറസ്റ്റുകൾക്കൊക്കെ കടന്ന്, അവിടെയൊക്കെ ജീവന് ഭീഷണിയുണ്ട്. അങ്ങനെ തിക്ക് ഫോറസ്റ്റുകൾ കടന്ന്, അതുപോലെ തന്നെ ചിലപ്പോ കടല് താണ്ടി, അങ്ങനെ വലിയ കുഴുക്കാൻ തൂക്കായ മലനിരകൾ താണ്ടി, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള റൂട്ടാണ്. അതുകൊണ്ടാണ് അതിനെ ഡോങ്കി റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അങ്ങനെ ഡോങ്കി റൂട്ട്, ആ ഡോങ്കി റൂട്ടിൽ ഒന്നാണ് ഈ സൗത്ത് വെസ്റ്റേൺ മെക്സിക്കോ വഴിയുള്ള സൗത്ത് വെസ്റ്റേൺ, അതായത് ഡാരിയൽ ഗ്യാപ്പ് വഴി പനാമയ്ക്കും കൊളംബിയയ്ക്കും ഇടയ്ക്കുള്ള ഡാരിയൻ ഗ്യാപ്പ് വഴിയായിട്ടുള്ള ആ റൂട്ട്. അത് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക്
ഇല്ലീഗലായിട്ട് കുടിയേറുന്ന റൂട്ട്. ഇനി വേറൊന്നുണ്ട്, പിന്നെ കാനഡ വഴി പിന്നെ അമേരിക്കയിലേക്ക് കടന്നു വടക്കൻ ബോർഡേഴ്സ് വഴി, അതായത് കാനഡ വഴി കയറുന്നതാണ് മറ്റൊരു റൂട്ട്, കാനഡ വഴിയുള്ള റൂട്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് റൂട്ട് വഴിയാണ്, രണ്ടിനെയും ഡോങ്കി റൂട്ട് എന്ന പേരിലാണ് അറിയുന്നത്. ഈ ഡോങ്കി റൂട്ട് വളരെ സാഹസികമായ, ജീവൻ അപകടത്തിലാകാവുന്ന റൂട്ടാണ്. അങ്ങനെയുള്ള റൂട്ടുകൾ വഴിയാണ് ഈ 20 ലക്ഷം മുതൽ 1.25 കോടി വരെ പണം കൊടുത്ത് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ ഇത്രയും വിഡ്ഢിത്തം കാണിക്കുമ്പോൾ ഒരു തൊഴിൽ തേടിയാണ് ഈ പോകുന്നത്. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിലെ 145 കോടി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാം എന്ന് വെച്ചാൽ എന്തൊക്കെ തൊഴിലുകളാണ് നമുക്ക് കണ്ടെത്താവുന്നത്? നമ്മുടെ ബുദ്ധിശക്തിക്ക് കോട്ടമൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് ആർക്കും ഇങ്ങനെ ഇല്ലീഗൽ മൈഗ്രേഷൻ നടത്തേണ്ട ഒരു കാര്യവുമില്ല. ഇന്ത്യയിൽ തന്നെ അവർക്ക് കണ്ടെത്താം ജീവിതമാർഗം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ നമുക്ക് അവസാനം ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? എല്ലാ അന്താരാഷ്ട്ര കേന്ദ്രങ്ങളുടെയും പല്ലൊക്കെ പൊഴിഞ്ഞു പോയി എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈ മരാക്കേഷിലെ WTO കരാറും ഒക്കെ മുൻപിൽ കണ്ടുകൊണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അമേരിക്കയോട് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് പിന്നെ അവരെ ഇത് അണിയിച്ച്, അതായത് ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ WTOയുടെ മുഖമുദ്രയാണ് ഇന്റർനാഷണൽ ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ. അങ്ങനെ ഒരു ഇത് നിലവിലിരിക്കുക, അത് ഇതുവരെ WTO ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല. അതിൽ ഒപ്പുവെച്ച രാഷ്ട്രങ്ങളൊക്കെ ഇപ്പോഴും അതിനകത്ത് മെമ്പേഴ്സാണ്. അതിലെ മെമ്പേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രങ്ങൾ തന്നെയാണ് ഇന്ത്യയും അമേരിക്കയും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് എന്തുകൊണ്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന് ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൂടാ? അപ്പോൾ ഒന്നേ നമുക്ക് വിചാരിക്കാനുള്ള, എല്ലാ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും പല്ലു പൊഴിഞ്ഞ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് സ്വയം ശ്രമിക്കുകയായിരിക്കും ഇനി ഉത്തമമായിട്ടുള്ള മാർഗം എന്ന് തോന്നുന്നു. എന്താണെങ്കിലും മലയാളികളും ഇന്ത്യക്കാരും മൊത്തമായിട്ട് വ്യാജന്മാരുടെ കീശയിൽ ചെന്ന് കൈയിടുന്നു. കീശയിൽ പണം വെച്ചു കൊടുക്കും, ഹാർഡേണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം. അതുമല്ലെങ്കിൽ ഇതാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പിന്നെ വെബ്സൈറ്റിലേക്ക് നിങ്ങളൊന്ന് കയറി നോക്ക്. ഒരു 3 മാസം മുമ്പ് ഞാൻ കയറി നോക്കിയപ്പോ 90,000 കോടിയാണ് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നത് തന്നെ നോൺ പെർഫോമിംഗ് ആയിട്ട്, അതായത് കിട്ടാക്കടമായിട്ട് മാറിയിരിക്കുന്നത്. 90,000 കോടി, അതായത് 1 ലക്ഷം കോടിക്ക് അടുത്ത് വരിക. ആ 1 ലക്ഷം കോടി ഈ ഇന്ത്യയിൽ തന്നെ ചെലവഴിക്കുകയാണ്, മൂലധനമായി ചെലവഴിക്കുകയാണെങ്കിൽ എന്തുമാത്രം വികസന സാധ്യതകളാ അതുകൊണ്ട് നമുക്ക് കിട്ടുക. അങ്ങനെ അപ്പൊ ഇത് ഗവൺമെന്റും ഇതിനകത്ത് ഈ ഇങ്ങനെയുള്ള ഇല്ലീഗൽ മൈഗ്രേഷൻ അത് ഗവൺമെന്റ് ശ്രദ്ധിച്ച് ഇന്ത്യയെ വികസന പാതയിലേക്ക് നല്ലവണ്ണം കൊണ്ടുപോയി 2047 നമ്മൾ വികസനം എന്ന് പറയുന്നതിന് പകരം ഓരോ ചുവടും വികസനത്തിലേക്ക്, മൂലധന നിക്ഷേപത്തിലേക്ക്, കാർഷിക മേഖലയിലേക്ക് ഒക്കെ ഈ പ്രാവശ്യത്തെ കേന്ദ്ര ബജറ്റ് കണ്ടാൽ നമുക്കറിയാം എത്ര പുവർ ആയിട്ടുള്ള ഒരു ബജറ്റാണ്. കാർഷിക മേഖലയ്ക്കും എഡ്യൂക്കേഷന് 0.27 ഇങ്ങനെയൊക്കെയാണ് ഓരോ മേഖലയ്ക്ക്, പ്രധാനപ്പെട്ട മേഖലയ്ക്ക് GDPയുടെ ഷെയർ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇതുപോലെയുള്ള മണ്ടന്മാര് തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഈ 20 ലക്ഷവും 1 കോടിയിലധികം ഒക്കെ കൊടുത്ത് ഇല്ലീഗൽ റൂട്ട്സിലൂടെ പോയി സ്വന്തം ജീവനും മാനവും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന മണ്ടന്മാർ ഇതുപോലെയുള്ള രാജ്യത്തുണ്ടാവും. കാരണം ഇവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസമില്ല, പിന്നെ വിവേകത്തോടെ ചിന്തിക്കാൻ കഴിയുന്നില്ല. തന്റെ കയ്യിൽ ഒരു പൈസ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കാനോ ചിന്തിക്കാനോ കഴിയുന്നില്ല. സ്വന്തം വ്യക്തിത്വത്തെ പറ്റി അഭിമാനത്തോടെ നേരെ നിന്ന് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള ആ ഒരു ത്രാണി നേടിയെടുത്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലെയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റൂ. ഏതായാലും നമ്മുടെ എല്ലാവരുടെയും നെഞ്ചത്തേറ്റ ചവിട്ടാണ് ട്രംപിന്റെ ചവിട്ടാണ് ഈ ചങ്ങലക്കിട്ട് നമ്മുടെ സഹോദരങ്ങളെ അവര് മണ്ടത്തരം കാണിച്ചു. പക്ഷെ മണ്ടത്തരം കാണിച്ചു എങ്കിൽ പോലും WTOയോ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസോ ഒന്നും ഇത്തരം കാര്യങ്ങളിൽ നീതി നേടിത്തരാൻ, അതായത് വികസിത രാഷ്ട്രങ്ങളുടെ ഇത്തരം കൂച്ചുവിലങ്ങുകളിൽ നിന്ന് വികസ്വര രാഷ്ട്രങ്ങളെ രക്ഷിച്ചു നിർത്താൻ ഹെൽപ്പിംഗ് ഹാൻഡോടെ വരേണ്ടതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസും അതുപോലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഒക്കെ. അവരൊക്കെ കൈകെട്ടി നിൽക്കുമ്പോൾ ഇത്തരം ദുർഗതി നാം കണ്ട് നമുക്ക് അപമാനം കൊണ്ട് തല താഴ്ത്തുക മാത്രമേ രക്ഷയുള്ളൂ.